നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. വീടാണ് ജാമ്യമെങ്കിൽ ജപ്തി അരുതെന്ന് മുഖ്യമന്ത്രി. പാതിവില തട്ടിപ്പ് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പരാതി. അട്ടപ്പാടിയിലെ യുവജനതയ്ക്ക് PSC പരിശീലന കേന്ദ്രമൊരുക്കി എക്സൈസ്. കഞ്ചാവ് കടത്ത് 2 ബംഗാൾ സ്വദേശികൾ പിടിയിൽ. വാർത്തകൾ വിശദമായി. വീടാണ് ജാമ്യമെങ്കിൽ ജപ്തി അരുതെന്ന് മുഖ്യമന്ത്രി. വീടാണ് ജാമ്യമെങ്കിൽ ജപ്തി അരുതെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശം. ഇക്കാര്യത്തിൽ സഹകരണ മേഖല മാതൃക കാട്ടണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അവിടെ താമസിക്കാനുള്ള അവകാശം അവർക്കാണെന്നും താമസക്കാരെ ഇറക്കിവിടരുതെന്നും അവരെ വഴിയാധാരമാക്കരുതെന്നും ഇത് സംബന്ധിച്ച നിർദ്ദേശം മുമ്പ് നൽകിയിരുന്നതാണെന്നും അത് കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ നിർദ്ദേശം നൽകി. നമ്മുടെ സംസ്ഥാനത്ത് ബാങ്കുകൾ വീടുകൾ ജപ്തി ചെയ്യുന്നതിനെതിരെ വലിയ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ ഉയർന്നു വന്നതാണ്. ഇക്കാര്യത്തിൽ സഹകരണ മേഖല മാതൃക കാണിക്കണം എന്നതാണ് പൊതുവെ നാം സ്വീകരിച്ച നിലപാട്. അതിൻ്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്ന കാര്യം, വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്യുന്ന നില സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ല. പാതിവില തട്ടിപ്പ് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പരാതി. പാതിവില തട്ടിപ്പിൽ മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാവ് ഇടനിലക്കാരനെന്ന് പരാതി. നെന്മാറ സ്വദേശി MK ഗിരീഷ് കുമാറിനെതിരെ കൊല്ലങ്കോട് പോലീസിലാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. 2 കേസുകൾ ഇതുവരെ ലഭിച്ച പരാതികൾ പ്രകാരം രജിസ്റ്റർ ചെയ്തതായാണ് വിവരം. പകുതി വിലയ്ക്ക് സ്കൂട്ടർ പദ്ധതി ഇടനിലക്കാരനായി കൊല്ലങ്കോട്, നെന്മാറ, പാലക്കാട് പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചുവെന്നാണ് ആക്ഷേപമുള്ളത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം എന്ന പേരിലുള്ള സംഘടനയുടെ ചെയർമാനാണ് ഇയാൾ എന്നായിരുന്നു പ്രചരണം. വ്യാജരേഖ ചമയ്ക്കൽ കേസിൽ ഉൾപ്പെട്ടയാളാണ് ഗിരീഷ് കുമാർ എന്നും അറിയുന്നു. ക്ഷീര കർഷക തൊഴിലാളി സഹകരണ സൊസൈറ്റിയുടെ മറവിലാണ് സ്കൂട്ടർ പദ്ധതിയിലേക്ക് പണം പിരിച്ചിരുന്നതെന്നാണ് പരാതികൾ. അട്ടപ്പാടിയിലെ യുവജനതയ്ക്ക് PSC പരിശീലന കേന്ദ്രമൊരുക്കി എക്സൈസ്. അട്ടപ്പാടിയിലെ തദ്ദേശീയരായ യുവജനങ്ങൾക്ക് PSC പരീക്ഷാ പരിശീലനം നൽകുന്നതിനുള്ള സ്ഥിരം കേന്ദ്രം ആരംഭിച്ചു. കുടുംബശ്രീയുടെ അട്ടപ്പാടി സമഗ്ര വികസന പദ്ധതിയും ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് അട്ടപ്പാടിയും ചേർന്നാണ് പരിശീലന കേന്ദ്രം ആരംഭിച്ചത്. കിലയുടെ കെട്ടിടത്തിലാണ് പരീക്ഷാ പരിശീലന കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ Y ഷിബു ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി എക്സൈസ് അട്ടപ്പാടി സർക്കിൾ ഇൻസ്പെക്ടർ മഹേഷ് കുമാർ M പദ്ധതി അവതരണം നടത്തി. എല്ലാ ചൊവ്വ, വ്യാഴം, ശനി, ഞായർ എന്നിങ്ങനെ 4 ദിവസങ്ങളിലായി 40 പേരടങ്ങുന്ന 2 ബാച്ചുകൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്. തുടർന്ന് വരുന്ന ഘട്ടങ്ങളിൽ പുതിയ ബാച്ചുകൾ ആരംഭിക്കും. വിമുക്തി മിഷൻ പാലക്കാട് മാനേജർ സനൽ S ലഹരി വിമുക്ത സന്ദേശം നൽകി. KSEOA സംസ്ഥാന സെക്രട്ടറി KR അജിത്, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ S രവികുമാർ, KSESA ജില്ലാ പ്രസിഡന്റ് VP മഹേഷ്, ജനമൈത്രി അട്ടപ്പാടി വിമുക്തി കോർഡിനേറ്റർ അഭിലാഷ് K, കുടുംബശ്രീ അഗളി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സരസ്വതി മുത്തുകുമാർ എന്നിവർ സംസാരിച്ചു. അഗളി യൂത്ത് കോർഡിനേറ്റർ രാജേഷ് നന്ദി പറഞ്ഞു. ഷോളയൂർ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സലീം ഷൺമുഖം, പുതൂർ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് തുളസി, കുറുമ്പ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അനിത ബാബു, പഞ്ചായത്ത് സമിതി സെക്രട്ടറിമാർ, പഞ്ചായത്ത് സമിതി കോർഡിനേറ്റർമാർ, യൂത്ത് കോർഡിനേറ്റർമാർ, ആനിമേറ്റർമാർ, കുടുംബശ്രീ ഉദ്യോഗസ്ഥർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നമ്മുടെ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ കേൾക്കുന്നതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആര് പ്രേരിപ്പിച്ചാലും അവിടെ നോ പറയാൻ, അവിടെ യെസ് പറയാൻ, അതെ എന്ന് പറയാൻ, ഇല്ല എന്ന് പറയാൻ കാണിക്കുന്ന ആ ആർജവമാണ് വിദ്യാഭ്യാസം. നമുക്ക് അതിനുള്ള തൻ്റെ ഇടം, അതിനുള്ള ഇച്ഛാശക്തി കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക, ഉളവാക്കി കൊടുക്കുകയാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത്. നമ്മുടെ കർത്തവ്യം അത് തന്നെയാണ്. നല്ല തീരുമാനമെടുത്ത് നല്ല വഴിക്ക് കുട്ടികളെ നയിക്കുക എന്നുള്ളതാണ്. കഞ്ചാവ് കടത്ത് 2 ബംഗാൾ സ്വദേശികൾ പിടി. വാഹന പരിശോധനയിൽ KSRTC ബസ്സിൽ സുമാർ 5.36 കിലോ ഉണക്ക കഞ്ചാവുമായി 2 പശ്ചിമ ബംഗാൾ സ്വദേശികൾ പിടിയിലായി. 55-കാരനായ ഛാബി മൊണ്ടേൽ, 33-കാരൻ റോഫിക് മൊണ്ടേൽ എന്നിവരാണ് പിടിയിലായത്. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ A ശ്രീധരനും സംഘവുമാണ് ഇവരെ പിടികൂടിയത്. സുരേഷ്, മുഹമ്മദ് ഷെരീഫ് V, പ്രഭ G, അഭിലാഷ് S, KP രാജേഷ്, അബ്ദുൾ ബഷീർ MI എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു.
വ്യാജ പ്രചരണത്തിന് പിന്നിൽ ഭരണാനുകൂലികളെന്ന് സി ബാലൻ. സംസ്ഥാന വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുന്നുവെന്ന വ്യാജ പ്രചരണത്തിന് പിന്നിൽ ഭരണാനുകൂലികളാണെന്ന് KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാലൻ അഭിപ്രായപ്പെട്ടു. ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമോ സമാശ്വാസമോ ഇല്ലാത്ത ബജറ്റാണ് KN ബാലഗോപാലന്റേതെന്നും സി ബാലൻ അഭിപ്രായപ്പെട്ടു. പെൻഷൻ പരിഷ്കരണം അട്ടിമറിച്ച കേരള ബജറ്റിനെതിരെ KSSPA ട്രഷറിക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി ബാലൻ. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാക്കുമ്പോഴും ഇടത് സംഘടനകൾ സർക്കാർ നാവായി മാറുന്നത് ജീവനക്കാരെ ഒറ്റുകൊടുക്കലാണ്. സംസ്ഥാന വരുമാനത്തിൽ വർധനവുണ്ടായി എന്ന് പറയുമ്പോൾ തന്നെയാണ് അവകാശ നിഷേധം നടക്കുന്നതെന്നും സി ബാലൻ ആരോപിച്ചു. പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നും CRI കുടിശ്ശിക അനുവദിക്കണമെന്നും മെഡിസെപ്പിലെ അപാകതകൾ പരിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു KSSPA പ്രതിഷേധം. പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രഫുൽ കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് K അനന്തൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഭരതരാജൻ, K ബലറാം, വിജയകുമാർ കോങ്ങാട്, V ആന്റണി, PD സുവർണൻ, C അച്യുതൻ, TP ഉമ്മൻ, പോൾ P ആലീസ്, C പ്രസാദ്, രാധിക KT ഉഷ എന്നിവർ സംസാരിച്ചു. 1-ാം തീയതി തൊട്ട് കേരളത്തിലെ ജീവനക്കാർക്കും അതേപോലെ തന്നെ പെൻഷൻകാർക്കുമുള്ള പെൻഷൻ കമ്മീഷനെ നിയമിക്കേണ്ട സമയമായിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഒരു പരാമർശം പോലും ആ ബഡ്ജറ്റിനകത്ത് ഉണ്ടായില്ല. ഇവിടെ DA കുറിച്ച് ഒരു പരാമർശമുണ്ടായി. ആ DA എന്ന് തരും എന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആ DA കിട്ടാനുള്ള DAയുടെ അരിയർ എന്ന് തരും എന്നതിനെ സംബന്ധിച്ചോ ഒരു പരാമർശം പോലും ഈ ഗവൺമെന്റ് ആ ബഡ്ജറ്റിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് നിരാശാജനകമായിട്ടൊരു കാര്യം. ട്രാവലർ തലകീഴായി മറിഞ്ഞ് 10 പേർക്ക് പരിക്ക്. മണ്ണാർക്കാട് അട്ടപ്പാടി റോഡിൽ ആനമൂളിയിൽ ട്രാവലർ മറിഞ്ഞു. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ട്രാവലർ കീഴ്മേൽ മറിയുകയായിരുന്നു. വയനാട്ടിലേക്ക് പോയിരുന്ന 15 പേരടങ്ങിയ സംഘമാണ് വണ്ടിയിൽ യാത്ര ചെയ്തിരുന്നത്. അട്ടപ്പാടി ജെല്ലിപ്പാറ സ്വദേശികളാണിവർ. ഇതിൽ 10 പേർക്കാണ് പരിക്കേറ്റത്. ചുരം അവസാനിക്കുന്ന ഭാഗത്താണ് അപകടം സംഭവിച്ചത് എന്നതിനാൽ പെട്ടെന്ന് തന്നെ ആദ്യം നാട്ടുകാരും തുടർന്ന് പോലീസും അഗ്നിശമന സേനയും മറ്റും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റവരെ വട്ടമ്പലത്തെ മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി നേർച്ച ആന വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. പട്ടാമ്പി നേർച്ചയ്ക്കിടെ ആന വിരണ്ടോടിയത് പരിഭ്രാന്തിക്കിടയാക്കി. ഒരാൾക്ക് കാലിൽ കമ്പി തുളഞ്ഞ് കയറി പരിക്കേറ്റു. നഗരപ്രദക്ഷിണ ഘോഷയാത്രയും ഗജസംഗമവും കഴിഞ്ഞ് മടങ്ങുന്ന വഴി ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ആന വിരണ്ടോടിയത്. പേരൂർ ശിവൻ എന്ന ആനയാണ് വിരണ്ടോടിയത്. പാപ്പാന്മാർ ആനയുടെ വാലിൽ തൂങ്ങി ഏറെ ദൂരം ഓടി ആനയെ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ആനപ്പുറത്ത് 3 പേരാണ് ഉണ്ടായിരുന്നത്. ഇവരെ രക്ഷപ്പെടുത്തി താഴെ ഇറക്കി. ആന ഓടി വരുന്നത് കണ്ടതോടെ ജനക്കൂട്ടം ഭീതി പൂണ്ട് ഓടിയതോടെ നിരവധി പേർ തിക്കിലും തിരക്കിലും പെട്ടു വീണു. ഇതിനിടെയാണ് സ്കൂൾ ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിച്ച മധ്യവയസ്കന്റെ കാലിൽ കമ്പി തുളഞ്ഞു കയറി പരിക്കേറ്റത്. മലമ്പുഴ ഉദ്യാന കവാടത്തിന് മുകളിലെ ഓടിളകി വീണു. ഭാഗ്യം കൊണ്ട് അപകടം ഒഴിവായി. സന്ദർശകർ പ്രവേശിക്കാതിരിക്കാൻ റിബൺ കെട്ടി ഇതുവഴിയുള്ള സഞ്ചാരം തടഞ്ഞിട്ടുണ്ട്. കുരങ്ങുകൾ കയറി നടന്നാണ് ഓട് ഇളകിയതെന്നും ശക്തമായ കാറ്റ് വന്നതോടെയാണ് ഇതിൽ 2 വരി ഓടുകൾ താഴെ വീണതെന്നും കവാട ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർ പറഞ്ഞു. ഉടൻ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നും അവർ അറിയിച്ചു. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. കാൽപന്ത് കളിയിൽ തിളങ്ങിയ നാടിന്റെ പുത്രന്
സ്വീകരണമൊരുക്കി ചെറുമുണ്ടശ്ശേരി. കാൽപന്ത് കളിയിൽ കേരള ടീം അംഗമായ നാടിന്റെ പുത്രന് സ്വീകരണമൊരുക്കി ചെറുമുണ്ടശ്ശേരി ഗ്രാമം. മഹേഷിനാണ് CPIM നേതൃത്വത്തിൽ നാട്ടിൽ സ്വീകരണമൊരുക്കിയത്. ദേശീയ ഗെയിംസിൽ ഉത്തരാഖണ്ഡിനെ ഒരു ഗോളിന് തോൽപ്പിച്ച കേരള ഫുട്ബോൾ ടീം അംഗമാണ് മഹേഷ്. CPIM ചെറുമുണ്ടശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. MLA മഹേഷിനെ പൊന്നാട അണിയിക്കുകയും ഉപഹാരം സമ്മാനിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ P. മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. CC രാജൻ, K. രാധാകൃഷ്ണൻ, K. സുരേഷ്, വിനോദ് എന്നിവർ സംസാരിച്ചു. CPIM ബ്രാഞ്ച് സെക്രട്ടറി TP സദാനന്ദൻ സ്വാഗതം പറഞ്ഞു. DYFI, SFI, മഹിളാ അസോസിയേഷൻ എന്നീ സംഘടനകളും മഹേഷിനെ ആദരിച്ചു. ആദരണത്തിന് മഹേഷ് നന്ദി അറിയിച്ച് സംസാരിച്ചു. കാട്ടുപന്നി ചാടി നിയന്ത്രണം വിട്ട് ഓട്ടോ മറിഞ്ഞു. ലക്കിടിയിൽ പന്നി കുറുകെ ചാടി ഓട്ടോ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ഒറ്റപ്പാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോ ഡ്രൈവറായ ഗഫൂറിനാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 11 മണിയോടെ മംഗലം മരമില്ലിന് സമീപത്താണ് അപകടമുണ്ടായത്. ജോർജ് തച്ചമ്പാറയ്ക്ക് പുതിയ ലാവണം കേരള കോൺഗ്രസ്. ജോർജ് തച്ചമ്പാറയ്ക്ക് പുതിയ ലാവണം കേരള കോൺഗ്രസ്. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ CPI അംഗമായിരിക്കെ BJPയിലേക്ക് കൂറുമാറിയാണ് ജോർജ് ശ്രദ്ധാകേന്ദ്രമാകുന്നത്. ഒപ്പം പഞ്ചായത്ത് അംഗത്വവും രാജിവെച്ചിരുന്നു. ഇയാൾ കോൺഗ്രസ് വിട്ടാണ് CPIയിലേക്ക് എത്തിയിരുന്നത്. BJPയുമായുള്ള ബാന്ധവം താമസിയാതെ അവസാനിപ്പിച്ച ജോർജ് കേരള കോൺഗ്രസിൽ ചേക്കേറുന്നത് പാർട്ടി ചെയർമാൻ PJ ജോസഫിൽ നിന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ചാണ്. VTB അനുസ്മരണവും പുരസ്കാര സമർപ്പണവും 12-ന്. സാമൂഹിക മേൽക്കോയ്മയ്ക്കെതിരെ സമത്വത്തിന്റെ വിത്തുപാകിയ സാമൂഹ്യ പരിഷ്കർത്താവ് VT ഭട്ടതിരിപ്പാട് അനുസ്മരണവും VTB പുരസ്കാര സമർപ്പണവും 12-ന് ശ്രീകൃഷ്ണപുരം VTB കോളേജിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 13ാമത് VTB പുരസ്കാരം അഭിനയ പ്രതിഭ നിലമ്പൂർ ആയിഷയ്ക്കാണ് നൽകുകയെന്ന് VTB കോളേജ് മാനേജർ പ്രൊഫസർ നാരായണൻ നമ്പൂതിരി, പ്രിൻസിപ്പൽ ഡോക്ടർ സരിത നമ്പൂതിരി എന്നിവർ അറിയിച്ചു. പെരുമ്പാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീ ശങ്കര ട്രസ്റ്റിന് കീഴിലാണ് VTB കോളേജ് പ്രവർത്തിച്ചു വരുന്നത്. VTB കോളേജ് ആരംഭിച്ച ഘട്ടം മുതൽ VTBയെ സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും പരിചിതമാക്കാനായി അദ്ദേഹത്തിന്റെ ചരമദിനത്തിൽ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. 2010 മുതലാണ് VTBയുടെ പേരിൽ കലാസാഹിത്യ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് പുരസ്കാരം ഏർപ്പെടുത്തിയത്. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നിന്ന് ഉപന്യാസ മത്സരത്തിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കും പുരസ്കാരം നൽകുന്നുണ്ട്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും പഠനത്തിൽ മുന്നിൽ നിൽക്കുന്നവരുമായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, വിവിധ എൻഡോവ്മെന്റുകൾ എന്നിവയും VTB അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 25,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്നും ഇരുവരും പറഞ്ഞു. VTB അനുസ്മരണ സമിതി സെക്രട്ടറി മാധവ സദാശിവനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചരമദിനത്തോടനുബന്ധിച്ച് ഈ കാര്യങ്ങൾ അനുസ്മരണ പ്രഭാഷണം എന്നുള്ള രീതിയിൽ മാത്രം നടത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഈ VT അനുസ്മരണ ദിനം. അന്ന് അത് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അതായത് പ്രത്യേകിച്ച് പുറമേക്ക് അത് പോവുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 2010-ലാണ് ഇത് കുറച്ചുകൂടി വിപുലമാക്കണമെന്ന ഒരു ചിന്താഗതി ഉണ്ടായി. അത് വളരെ വിപുലമായ രീതിയിൽ കോളേജിൻ്റെ മാനേജ്മെൻറ്റ്, കോളേജ് വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾ, അതേപോലെ സ്റ്റാഫ് എല്ലാവരും കൂടി ചേർന്ന് അതിനൊരു ബൈലോ ഉണ്ടാക്കുകയും ആ ബൈലോയുടെ അടിസ്ഥാനത്തിൽ VT പുരസ്കാരം നൽകണം. ഒരു സാമൂഹ്യ സാഹിത്യ കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവർക്ക്. വീടിന് മുന്നിലുള്ള വെള്ളക്കെട്ടിൽ വലഞ്ഞ് വയോധിക. വീടിന് മുന്നിലുള്ള വെള്ളക്കെട്ട് വലയ്ക്കുകയാണ് വിധവയായ വയോധികയെ. വീടിന് മുന്നിൽ മുട്ടിനൊപ്പം വെള്ളക്കെട്ടുമായി ദുരിതം അനുഭവിക്കുകയാണ് പുതുപ്പരിയാരം പഞ്ചായത്തിലെ 5-ാം വാർഡ് മേലെ മുരളിയിൽ K. ബേബി. വയോധിക എന്നതിനപ്പുറം വിധവയുമാണിവർ. മഴക്കാലത്ത് മഴവെള്ളവും വേനൽക്കാലത്ത് കനാൽ വെള്ളം വിടുമ്പോൾ ഊർന്നു വരുന്ന വെള്ളവുമാണ് ദുരവസ്ഥയ്ക്ക് കാരണമാകുന്നത്. പലതവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് ബേബി പറയുന്നു. മുട്ടിനൊപ്പം വെള്ളവും ചെളിയും നിറഞ്ഞ വീടിന് മുൻവശം ശരിയാക്കി കൊടുക്കണമെന്നാണ് ഈ വയോധികയുടെ പരിദേവനം. സൗജന്യ കുടിവെള്ളം അപേക്ഷിക്കാനുള്ള സമയം നീട്ടി. സൗജന്യ കുടിവെള്ളം അപേക്ഷ നീട്ടി. പ്രതിമാസം 15,000 ലിറ്റർ താഴെ ഉപഭോഗമുള്ള BPL വിഭാഗത്തിൽ ഉൾപ്പെട്ട ഉപഭോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളത്തിനുള്ള അപേക്ഷ 15 വരെ നൽകാം. വാട്ടർ അതോറിറ്റി സെഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷിക്കാം. നിലവിൽ BPL ആനുകൂല്യം ലഭിക്കുന്ന ഉപഭോക്താക്കളും പുതുതായി ആനുകൂല്യം വേണ്ടവരും ഓൺലൈൻ പോർട്ടൽ മുഖേന അപേക്ഷിക്കണം. ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് മാർച്ച്. സംസ്ഥാനത്ത് ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് ആരോപിച്ച ഒറ്റപ്പാലം താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ അധ്യക്ഷനായി. KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ, DCC സെക്രട്ടറിമാരായ VKP വിജയനുണ്ണി, K. കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ P. സുരേഷ്, TK ബഷീർ, ഷബീർ നീരാണി, UDF ചെയർമാൻ P. ഗിരീശൻ എന്നിവർ സംസാരിച്ചു. നേതാക്കളായ മുഹമ്മദ് അലി നാലകത്ത്, KK സാജൻ, NK കൃഷ്ണൻകുട്ടി,
എൻ വിജയകുമാർ, പി പ്രേമൻ, പാലോളി മുഹമ്മദ് കുട്ടി, വി വിജയപ്രകാശ്, ശിവപ്രകാശ്, രാജു കരിയോട്, എൻ കെ ശ്രീജേഷ്, ബി ജിത്തു, പി പി പാഞ്ചാലി, കെ വി പാർവതി, രഞ്ജിനി വിനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാപ്പ ചുമത്തി നാടുകടത്തി. കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ടയാളെ കാപ്പ ചുമത്തി നാടുകടത്തി. പട്ടാമ്പി ഓങ്ങല്ലൂർ മരുതൂർ പാറക്കണ്ണിപ്പറമ്പിൽ സക്കറയെയാണ് നാടുകടത്തിയത്. ചെർപ്പുളശ്ശേരി കുറ്റിക്കോട് താമസിച്ചു വന്ന ഇയാൾ 5 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിരുന്നു. തുടർന്നും ഇയാൾ സമാനമായ കേസുകളിൽ ഉൾപ്പെട്ടതോടെയാണ് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി നാടുകടത്തിയതെന്ന് ചെർപ്പുളശ്ശേരി പോലീസ് അറിയിച്ചു. ഒരിടവേള കൂടി. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണ ആയിരിക്കും. അതെ. പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. പ്രകൃതിയുടെ കാവലാൾ വിടവാങ്ങി. ദിനചര്യയും ആത്മാർപ്പണവും കൊണ്ട് പ്രകൃതിയുടെ കൂട്ടുകാരനും കാവലാളുമായ കല്ലൂർ ബാലൻ എന്ന AV ബാലകൃഷ്ണൻ അന്തരിച്ചു. ഹൃദയ സംബന്ധിയായ അസുഖങ്ങളെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. മങ്കര പഞ്ചായത്തിലെ മാങ്കുറിശി കല്ലൂർ മൂച്ചേരി സ്വദേശിയായ ബാലൻ അക്ഷരാർത്ഥത്തിൽ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഒരു ഒറ്റയാൾ പട്ടാളമായിരുന്നു. തെല്ലും തരിമ്പും പ്രതിഫലേച്ഛ കൂടാതെ പ്രകൃതിയെ കാമിച്ചു കാവൽ നിന്ന മനുഷ്യൻ. ഹരിതാഭമായ മനം പോലെ പച്ച നിറഞ്ഞ ഷർട്ടും ലുങ്കിയും തലയിലെ കെട്ടുമായിരുന്നു ബാലേട്ടന്റെ ഐഡന്റിറ്റി. 10ാം തരം വരെ മാത്രമായിരുന്നു വിദ്യാഭ്യാസമെങ്കിലും പ്രകൃതിയെ ഇത്രമേൽ അടുത്തെറിഞ്ഞ മറ്റൊരാളെ കണ്ടെത്തുക ദുഷ്കരമാവും. ഇതേവരെ 25 ലക്ഷം തൈകളാണ് ബാലേട്ടൻ നട്ടുപിടിപ്പിച്ചതെന്നാണ് ഒരു കണക്ക്. വനമിത്ര, കേരളമിത്ര, ബയോഡൈവേഴ്സിറ്റി, ഭൂമിമിത്ര തുടങ്ങിയ പുരസ്കാരങ്ങൾ ഇക്കാലയളവിനുള്ളിൽ ഈ മനുഷ്യനെ തേടിയെത്തി. 76 വയസ്സായിരുന്നു പ്രായം. ലീലയാണ് ഭാര്യ. 3 മക്കളുണ്ട്. രാജേഷ്, രജീഷ്, രജനീഷ്. വാർഷികം ആഘോഷിച്ച് കടമ്പൂർ BVLP സ്കൂൾ. അമ്പലപ്പാറ കടമ്പൂർ BVALP സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. 2024 മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ ബീന R ചന്ദ്രൻ വിശിഷ്ടാതിഥിയായി. അധ്യാപകർ കുട്ടികളുടെ വീടുകളിലേക്ക് ഗൃഹസന്ദർശന പരിപാടിയുടെ പൂർത്തീകരണ പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം A വിജിത നിർവഹിച്ചു. ഒറ്റപ്പാലം AEO C ശാന്തകുമാരി, BPC K പ്രഭാകരൻ, VM ലീന, TP രാജേഷ്, K പ്രിയ, K അനിത, മാസ്റ്റർ അബു താഹിർ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. കഞ്ചിക്കോട് മാരിയമ്മൻ ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം. കഞ്ചിക്കോട് മാരിയമ്മൻ ക്ഷേത്രത്തിൽ ഉപദൈവങ്ങളായ ഉച്ചിമാഹാളിയമ്മൻ, മരുതവീരൻ, കറുപ്പുസ്വാമി, ചേച്ചിയമ്മൻ, ചിന്നക്കറുപ്പൻ, പെരിയ കറുപ്പൻ, ചുടലക്കറുപ്പൻ നാഗദൈവങ്ങളുടെ കുംഭാഭിഷേകം നടന്നു. പാലക്കാട് തൊണ്ടികുളം ഗ്രാമം ബ്രഹ്മശ്രീ സ്വാമി കല്യാണകൃഷ്ണ അയ്യർ കാർമ്മികത്വം വഹിച്ചു. തിരുവിളക്ക് കൊളുത്തൽ, ഗണപതി പൂജ, സർപ്പ ആവാഹന പൂജ, പഞ്ചഗവ്യം, നിവേദ്യ പൂജ, കലശപൂജ, ദശദർശനം, വാസ്തുപൂജ, അലങ്കാര പൂജ, മഹാദീപാരാധന എന്നിവ നടന്നു. തുടർന്ന് പ്രസാദ വിതരണവും ഉണ്ടായി. ക്ഷേത്രം ട്രസ്റ്റി, ഭാരവാഹികൾ, നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീടാണ് ജാമ്യമെങ്കിൽ ജപ്തി അരുതെന്ന് മുഖ്യമന്ത്രി. പാതിവില തട്ടിപ്പ്, മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പരാതി. അട്ടപ്പാടിയിലെ യുവജനതയ്ക്ക് PSC പരിശീലന കേന്ദ്രമൊരുക്കി എക്സൈസ്. കഞ്ചാവ് കടത്ത് 2 ബംഗാൾ സ്വദേശികൾ പിടിയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.